മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? ദീപിക. ദീപികയല്ല, ചന്ദ്രികയല്ല, തനിനിറമല്ല. മാതൃഭൂമിയല്ലേ? മാതൃഭൂമിയല്ല. അല്ല. ഇനി ഒന്നും പറയണ്ട, ഇനി വേറെ ആരെങ്കിലും പറയാൻ നോക്കാം. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചം കൺസ്ട്രക്ഷനാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം ഇറങ്ങുകടവിലാണ്. പ്രപഞ്ചം നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്താണ് മോൻ്റെ പേര്? സുധാമൻ. അപ്പോൾ ഞങ്ങളുടെ കൈവശം പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ 30 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർ മനോഹരമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ച് നൽകുന്നു. കൂടാതെ ക്ഷേത്ര നിർമ്മാണത്തിലും അവരുടെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വക്കത്ത് തന്നെ നിരവധി ക്ഷേത്രങ്ങൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? തനിനിറമായിരിക്കും. അല്ല. തനിനിറം ഒരു സമയത്ത് ഭയങ്കര എല്ലാ ക്രൈമുകളും എല്ലാം വരുന്നതായിരുന്നല്ലേ? അതിന് നല്ല പ്രചാരം ഉണ്ടായിരുന്ന ഒരു പത്രമല്ലേ? അതെ, പ്രചാരം ഉണ്ടായിരുന്നു. അപ്പോൾ തനിനിറമല്ല, കേരളമതിയല്ല, മറ്റൊരു പത്രമാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? മലയാളത്തിലെ ആദ്യത്തെ പത്രം മനോരമ. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? മലയാളത്തിലെ ചന്ദ്രികയാണ്. ചന്ദ്രിക പത്രമാണ്. ചന്ദ്രികയല്ല, മനോരമയല്ല, ഒന്നും പറയാത്ത നല്ല സൗമതിയാണ്. ഇല്ല. കേരളത്തിലെ മലയാളത്തിലെ തനിനിറം അല്ല, മറ്റൊരു പത്രമാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? മാതൃഭൂമിയല്ല, മറ്റൊരു പത്രമാണ്. മലയാള മനോരമയല്ല. ഇവിടെ വേറെ ആരെങ്കിലും പറയാൻ നോക്കാം. ഇനി ഒന്നും പറയണ്ട, ഇനി വേറെ ആരെങ്കിലും പറയാൻ നോക്കാം. പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? മലയാളത്തിലെ ആദ്യത്തെ പത്രം ചന്ദ്രിക. എനിക്കൊന്നും പറയാൻ വയ്യ. മലയാളത്തിലെ ആദ്യത്തെ പത്രം ദീപികയല്ല, ചന്ദ്രികയല്ല, തനിനിറമല്ല. അണ്ണനൊരു അവസരം കൊടുക്കാം. അറിയത്തില്ല. മറ്റൊരു പത്രമാണ്. ഇവിടെ മറ്റാരെ? നസ്രാണി ദീപിക എന്നാണ് അറിയപ്പെടുന്നത്. അല്ലല്ല, അതിന് മുമ്പൊരു പത്രമുണ്ട്. അപ്പോൾ ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? കേരളാമതി. പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെയൊക്കെ വർഷം ഇറങ്ങിയതാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാൻ പറ്റില്ല. നമ്മളൊക്കെ അച്ഛനും അമ്മയും നമുക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്ക് ഓർമ്മയിലിരിക്കുമായിരുന്നു. ദിനപത്രം അങ്ങനെ ഏതോ ഒരു പത്രമല്ലേ? ഓക്കെ, എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. അപ്പോൾ ഞങ്ങളുടെ കൈവശം പ്രപഞ്ചം കൺസ്ട്രക്ഷൻസ് നൽകുന്ന മനോഹരമായൊരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകി സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു?
ഞാൻ പീയൂഷ് അല്ലല്ല അറിയത്തില്ല. മലയാള മനോരമ അല്ല. ദേശാഭിമാനി ദേശാഭിമാനിയല്ല. കേരള ഏത്? ദീപിക ദീപിക അല്ല. ഗൂഗിളിനെ ഉപയോഗിക്കില്ലേ? ഇതല്ല മാതൃഭൂമിയല്ലേ? മാതൃഭൂമിയല്ല. അല്ല. ചേച്ചിക്ക് മനോരമ മനോരമയല്ല. ദീപികയല്ല. അപ്പോൾ ഈ പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നമ്മുടെ മനോഹരമായ വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ഒരു സ്ഥാപനമാണ്. വക്കം പണയൽക്കടവ് റോഡിലാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണവും അവർ ചെയ്തു വരുന്നു. നിങ്ങൾ മേലാറ്റിങ്ങിൽ നിന്നല്ലേ വരുന്നത്? അപ്പോൾ അവിടെ അവരുടെ നിരവധി കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം രാജ്യസമാചാരമാണ്. കേട്ടിട്ടുണ്ടോ? രാജ്യസമാചാരം 1857 തലശ്ശേരിയിലെ ഇല്ലിക്കൽ നിന്നും ക്രിസ്ത്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ഹെർമൻ ഗുണ്ടർട്ടാണ് ഇത് ആദ്യമായി രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.